മാംഗോ 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 എവിടെ നോക്കിയാലും മാങ്ങ മാത്രം. പിന്നെ ഇപ്പോൾ ഈ സമ്മറായി കഴിഞ്ഞാൽ മാങ്ങയില്ലാതെ എന്താഘോഷം അല്ലേ? അത് ഇൻസ്റ്റയിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ എല്ലാവിടെയും മാങ്ങ. അപ്പോൾ വെറുതെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് നോക്കിയതാണ് ഇങ്ങനെ. പക്ഷേ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗ് ഓർമ്മ വരുന്നത്, ഇതിങ്ങനെയൊന്നും അല്ലടാ. അപ്പം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കത്തിയെടുത്ത് അങ്ങ് കട്ട് 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 സ്മോൾ പീസസ് എന്ന് പറയുന്ന മാതിരി അങ്ങ് മുറിച്ചിടാം. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? എവിടെ നോക്കിയാലും മാങ്ങ. മാംഗോ ഷേക്ക്, മാംഗോ പുഡിങ്, മാംഗോ ബിരിയാണി, എന്തൊക്കെയാ അല്ലേ? നമുക്ക് മാംഗോ ബിരിയാണി ഒന്നും ഉണ്ടാക്കണ്ട, അതിന് മാത്രം നമ്മളങ്ങ് വളർന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയൊരു മാംഗോ പുഡിങ് അങ്ങ് തുടങ്ങി നോക്കാം. പഴുത്ത മാങ്ങ വെറുതെ കട്ട് ചെയ്ത് തിന്നാൻ നല്ല ഇഷ്ടമായതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും നമ്മളിതുവരെ പരീക്ഷിച്ചിട്ടില്ലേനു. കൂടിപ്പോയാലൊരു മാംഗോ ഷേക്ക് ഉണ്ടാക്കും. അപ്പോൾ ഇതാദ്യമായിട്ടാണ് വേറൊരു പരീക്ഷണം നടത്താൻ പോകുന്നത്. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ എടുത്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിൽ കുറച്ച് കോൺഫ്ലവറും കുറച്ച് ഷുഗർ പൗഡറും കുറച്ച് മിൽക്ക് ഒഴിച്ച് നന്നായി ചൂടാക്കിയെടുത്ത്, എന്നിട്ട് കുറച്ച് പാലിലും ഇതേമാതിരി കോൺഫ്ലവറും ഷുഗർ പൗഡറും ഇട്ട് അതൊന്ന് കുറുകി വരുന്ന രീതിയിൽ ചൂടാക്കിയെടുത്ത്, എന്നിട്ട് നമ്മളിത് ലെയറായി ഒരു ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു 2 മണിക്കൂറോ 3 മണിക്കൂർ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക്. എനിക്ക് പിന്നെ കുറച്ച് ആവേശം അധികമായതുകൊണ്ട് 2 മണിക്കൂറാകുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത്, അതുകൊണ്ട് എന്താ ഫുള്ളായി അങ്ങോട്ട് സെറ്റായില്ല. എന്നാലും ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ.